ഹലോ എല്ലാവർക്കും ബസ്മിന ട്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ റീഡിങ് ഫ്രം ദ ഫ്രിഞ്ചസ് സെം 2 ഇംഗ്ലീഷിലെ ദ ഫിഷ് എന്ന ലെസണിലെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. I caught a tremendous fish and held him beside the bowl, half out of water with my hook stuck in a corner of his mouth. He didn't fight. He hadn't fought at all. He hung there like a weight making some sound. He was battered, vulnerable and homely. Here and there, his brown skin hung in strips like a dark brown ancient wallpaper. It had shapes, full-blown roses stained and lost through age. ഞാനൊരു വലിയ മീനിനെ പിടിച്ചു. അതിൻ്റെ പകുതി വെള്ളത്തിലും പകുതി വെള്ളത്തിന് പുറത്തായിട്ടാണ്. എൻ്റെ വഞ്ചിൻ്റെ അരികിലാണ് ആ മീനിനെ ഇങ്ങനെ നിർത്തിയേക്കാണ്. എന്നിട്ട് എൻ്റെ ചൂണ്ടക്കൊളുത്ത് അതിൻ്റെ വായിൽ തളച്ചിട്ടുണ്ട്. ആ മീൻ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊന്നും നടത്തണമൊന്നുമില്ല. പക്ഷെ അത് കുറേ ശബ്ദങ്ങൾ ആ മീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു ഭാരം പോലെ ആ ചൂണ്ടയിൽ ആ മീനിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ ആ മീനിൻ്റെ ദേഹം മേല് ഫുള്ള് മുറിവിൻ്റെ പാടുകളായിരുന്നു. ആ മീനിൻ്റെ അവിടെ ഇവിടെയും അതിൻ്റെ മേല് ഫുള്ള് ആകെ പൊളിഞ്ഞ് കഷ്ണങ്ങൾ പോലെ തൂങ്ങിക്കിടക്കായിരുന്നു. അത്രക്കും മുറിവൊക്കെ പറ്റിയൊരു മീനാണ് കേട്ടോ അത്. ഒരു ഡാർക്ക് ബ്രൗൺ വാൾപേപ്പർ, അങ്ങനത്തെ ഒരു ആൻഷ്യൻ വാൾപേപ്പറിൻ്റെ പോലെയാണ് അതിനെ കാണുമ്പോൾ തോന്നിയിരുന്നത്. അതിൻ്റെ മേലാണെങ്കിൽ ഫുള്ള് റോസാപ്പൂവിൻ്റെ പൂക്കൾ ഇങ്ങനെ അതിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രായം കൊണ്ട് ഭയങ്കര മങ്ങിയ ഒരു മീനായിരുന്നു. അതായത് ഭയങ്കര വയസ്സായ ഒരു മീനാണ്. അത്ര ചെറുപ്പം എന്നല്ല, കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര തിളങ്ങണ മീനൊന്നും ആയിരുന്നില്ല. He was speckled with small shell creatures which were barnacles which looked like ribbons of lamb. He was infested with tiny white sea lice. 2 or 3 rags of green weed hung down from him. His gills, which were fresh and crisp with blood, were breathing in the oxygen which was difficult to get. അതായത് അതിൻ്റെ ദേഹം ഫുള്ള് സമുദ്രത്തിലെ ഈ ഷെല്ലുകളൊക്കെ ഉണ്ടല്ലോ, ആ ഷെല്ലിൻ്റെ ജീവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ആണെങ്കിൽ ചുണ്ണാമ്പുകൾ കൊണ്ടുള്ള റിബണില്ലേ, അതുപോലെയുള്ളവ ഒക്കെ കാണപ്പെട്ടിരുന്നു. ദേഹം മുഴുവനാണെങ്കിൽ മീനിൻ്റെ ഫുള്ള് മേലിലും ഈ കടലിലൊക്കെ ഉണ്ടാവുന്ന ഈ പേനുകളൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും കൂടാണ്ട് 2-3 കഷ്ണം പായലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തൂങ്ങി കിടക്കണ്ടായിരുന്നു. അതിൻ്റെ ചെകിളകളൊക്കെ ആകെ ചോര പറ്റി കിടക്കായിരുന്നു. പിന്നെ ഈ മീനാണെങ്കിൽ ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് വായിക്കാം. I then thought of the coarse white flesh packed in like feathers, the big bones and the little bones, the dramatic red and black of his shiny entrails, and the pink swim bladder like a big peony, a flower with many meanings. I looked into his eyes, which were much larger than mine, but they were shallower and yellowed. The irises were backed and packed with tarnished tin foil seen through the lenses, which are all scratched and oily. അപ്പോൾ ഇയാൾ ആലോചിക്കുകയാണ് ഈ മീനിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കും മാംസങ്ങൾ എന്നൊക്കെ. അപ്പോൾ തൂവലുകൾ പോലെ അട്ടിയിട്ടാണ് ഇതിൻ്റെ മാംസങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതിൻ്റെ വലുതും ചെറുതായ മുള്ളുകളെ പറ്റി അദ്ദേഹം ചിന്തിക്കുകയാണ്, എങ്ങനെ ഇരിക്കും മുള്ളുകൾ എന്നൊക്കെ. ചുവപ്പും കറുപ്പൊക്കെ കലർന്ന് അതിൻ്റെ കുടലും പണ്ടവൊക്കെ അങ്ങനെ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ ആൾ ചിന്തിക്കുകയാണ്. പിന്നെ പിങ്ക് നിറത്തിലുള്ള അതിൻ്റെ സിംബ്ലാഡർ, ഒരു വലിയ പിയോണി ഫ്ലവർ ഉണ്ടല്ലോ, അതിനെപ്പോലെയാണ് ആൾക്ക് തോന്നുന്നത്. ഒരു പിയോണി ഫ്ലവർ എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആ മീനിൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ് ആ മീൻകാരൻ. കണ്ണിലേക്ക് നോക്കുമ്പോൾ അയാളുടെ കണ്ണിനേക്കാളും വലിയ കണ്ണുകളാണ് ആ മീനിൻ്റെ. ആ കണ്ണുകളാണെങ്കിൽ അദ്ദേഹത്തിനേക്കാളും വലുതാണെങ്കിലും പക്ഷെ ആഴില്ലാത്ത കണ്ണുകളാണ് കേട്ടോ. പിന്നെ മഞ്ഞ കളറ് ഒരു കണ്ണാണ്. ഒരുപാട് കാലങ്ങളായതുകൊണ്ട് തന്നെ ആ ലെൻസുകൾ ഭയങ്കര വരകളൊക്കെ വീണിട്ട് എണ്ണമയും ഒക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത് ആ ലെൻസുകൾ. അതായത് അത്രക്കും പഴക്കമുള്ള മീനാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. They shifted a little, but not to return my stare. It was more likely the tipping of an object towards the light. I admired his sullen face, the mechanism of his jaw,
And then I saw that from his lower lip, which was grim, wet, and upon like, hung 5 old pieces of fish liner, and a wire leader with the swivel still attached with all their 5 big hooks, ground firmly in his mouth, a green line frayed at the end where he broke it. There were 2 heavier lines and a fine black thread, still crimped from the strain, and snapped when it broken and he got away. The hook were like medals with their ribbons frayed and wavering. They were a 5-haired beard of wisdom trailing from his ആക്കിങ് ജോ. അതാ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മീൻകാരൻ ആ മീനിൻ്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ കണ്ണുകളാണെങ്കിൽ അനങ്ങണൊക്കെ ഉണ്ട്. പക്ഷേ ആ മീൻകാരൻ്റെ നോട്ടത്തിനുള്ള തിരിച്ചു നോട്ടമായിരുന്നില്ല ആ നോട്ടം. ഒരു സാധനം വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് മാറ്റി വെക്കുന്നത് പോലെയാണ് ആ മീൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ മീനിൻ്റെ മുഖത്താണെങ്കിൽ ഒരു ദേഷ്യഭാവം ഉണ്ടായിരുന്നു. അതും അവൻ്റെ താടിയല്ലിൻ്റെ ഷേപ്പും പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ആ മീൻകാരന് ആ മീനിനെ അഭിനന്ദിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പെട്ടെന്നാണ് ആ മീനിൻ്റെ താഴത്തെ താടിയല്ലിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ നല്ല ശക്തിയുള്ള ഭാഗം നനഞ്ഞും പിന്നെ ഒരു ആയുധം പോലെയാണ് ആ മീൻകാരന് തോന്നിയത്. ആ ഭാഗത്ത് തന്നെ ആ താടിയല്ലിൻ്റെ ആ ഭാഗത്ത് ഒരു 5 ചൂണ്ടച്ചരടുകൾ അദ്ദേഹം കാണാണ് കേട്ടോ. തൂങ്ങി കിടക്കുന്നത് കാണാണ്. അപ്പം അതിൻ്റെ അറ്റത്ത് ആ മീനിൻ്റെ വായിൽ ചൂണ്ടക്കൊളുത്തുകളും ആഴത്തിൽ തറച്ചിട്ടുണ്ട്. കുറേ ചൂണ്ടക്കൊളുത്തുകൾ, അതായത് 5 പ്രാവശ്യം ഒരു ഏതെങ്കിലും മീൻകാരന്മാരൊക്കെ ഈ മീനിനെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ മീൻ കുതിറി മാറി അല്ലെങ്കിൽ അവിടെ വെച്ചായിരിക്കണം ആ ചരട് മുറിച്ച് അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവണം ആ മീൻ. അതിലൊരു പച്ച ചരടുണ്ട്, അത് പൊട്ടാറായ പോലെ കിടക്കുന്നുണ്ട്. വേറെ ചരടുകളുണ്ട് കേട്ടോ. അത് കൂടാണ്ട് തന്നെ 2 ചരടുകൾ കാണാമായിരുന്നു. അപ്പം അതിൽ കറുത്തത് ഭയങ്കര ബലപ്രയോഗം മൂലം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാകെ ചുളുങ്ങി പോയിരുന്നു. അവൻ രക്ഷപ്പെട്ടപ്പോൾ നടത്തിയ ആ ഒരു ബലപ്രയോഗത്തിൽ അത് ഇങ്ങനെ പൊട്ടിയതായിരിക്കണം. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ചരട് എന്താ പറയുക, ഒരു മെഡലുകൾ പോലെയാണ് ആ മീൻകാരന് തോന്നുന്നത്. I started. I was feeling victorious. Mine was a rendered boat. Some oil from it had filled and there was a rainbow-like color around the rusted engine spreading to the various part of the boat and the thing in them. I could see rainbow everywhere and I let the fish go back into the sea. അതായത് ആ മീൻകാരൻ പിന്നെയും നോക്കി. അതിനുശേഷം അദ്ദേഹത്തിന് തന്നെ അയാളൊരു വിജയിയാണ് എന്ന് തോന്നാണ്. അയാൾക്ക് സഞ്ചരിച്ചിരുന്ന ഒരു ബോട്ടുണ്ടല്ലോ, അത് വാടകയ്ക്ക് എടുത്തിരുന്ന ഒരു ബോട്ടാണ്. അതാണെങ്കിൽ ആകെ ലീക്കായിരുന്നു. മീൻസ് തുരുമ്പൊക്കെ പിടിച്ച് അതിൽ ഒഴിച്ചിരുന്ന എണ്ണ തുള്ളികളൊക്കെ ആകെ ലീക്കായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണ പഴയ ഒരു ബോട്ടിലാണ് ആൾ പോയിരുന്നത്. അവസാനം പറയണത് I let the fish go back into the sea. അതായത് ആ മീനിനെ അദ്ദേഹം തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിട്ടു എന്നാണ് അവസാനം പറയുന്നത്.